സർ, ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതനുസരിച്ച് നിർബന്ധിത മതപരിവർത്തനം കടുത്ത കുറ്റമാണ്, ക്രിമിനൽ കുറ്റമാണ്, ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാം. എന്താണ് സാർ അതിൻ്റെ വിശദാംശങ്ങൾ? എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനൊരു തീരുമാനത്തിൽ? മതപരിവർത്തന നിരോധന നിയമം പല സംസ്ഥാനങ്ങളിലുണ്ട്, പക്ഷെ ഇത് ഇത്ര കടുത്ത കുറ്റമാക്കി ഒരു കടുത്ത ശിക്ഷ കിട്ടുന്ന വിധത്തിൽ നിയമം ഭേദഗതി ചെയ്യാനുള്ള കാരണം എന്താണ് സാർ? ഏറ്റവും വളരെ വലിയ ഒരു പ്രസക്തമായിട്ടൊരു കാര്യം, കാലിക പ്രസക്തമായിട്ടൊരു കാര്യമാണ് ഉത്തരാഖണ്ഡ് ചെയ്തത്. ഓരോ സംസ്ഥാനത്തിനും ഒരു മാതൃകയാണ് അവർ കാട്ടിയിരിക്കുന്നത്. എന്നു വെച്ചാൽ അതിൻ്റെ ഏറ്റവും പറ്റിയ സമയത്തുമാണ് നടത്തിയത്. കാരണം വിഭജനത്തിൻ്റെ ഭീതി ദിനമായിട്ട് ആചരിച്ച, വിഭജനത്തിൻ്റെ വേദനയുടെ ദിനമായിട്ട് ആചരിച്ച അതേ ദിവസം തന്നെ ഇങ്ങ് കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാതെ പോയ പല വേദനകളുണ്ട്. ഒരു അതിർത്തി സംസ്ഥാനമല്ലാത്തത് കൊണ്ട് നമ്മൾ അനുഭവിക്കാത്ത പല വേദനകളുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ഏതാനും ദിവസങ്ങൾ മുമ്പ് തുടങ്ങിയ കൽക്കട്ടയിൽ അവിടുത്തെ ബംഗാളിലെ മുഖ്യമന്ത്രിയായ സൂറോവാദിയും മുംബൈയിൽ നിന്ന് പടിഞ്ഞാറേ അറ്റത്ത് നിന്ന് മുഹമ്മദ് അലി ജിന്നയും ആഹ്വാനം ചെയ്ത ആ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ആക്ഷൻ, രാഷ്ട്രത്തെ വെട്ടിപ്പിളർന്ന് രണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ചന്ദ്രനെയൊക്കെ വെട്ടിപ്പിളർന്നു എന്ന് പറയുന്നത് പോലെ രാഷ്ട്രത്തെ, ഈ രാഷ്ട്രകൂടത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കാനുള്ള ആ ഹീനമായിട്ടുള്ള പിറകിൽ നിന്നുള്ള ആ കുത്ത്, ഇരുട്ടടി, വഞ്ചന, അതിൻ്റെ ഫലമായിട്ടുണ്ടായ നിരാലംബരും നിസ്സഹായരും നിസ്വരുമായിട്ടുള്ള ജനലക്ഷങ്ങളുടെ കൂട്ടക്കുരുതി, നാഗസാക്കിയിലും ഹിരോഷിമയിലും ഉണ്ടാക്കാത്ത വിധമുള്ള മരണസംഖ്യ, അന്ന് ബംഗാളിൽ തന്നെ 4 ലക്ഷത്തോളം ഹിന്ദുക്കളെ മാത്രമാണ്, അല്ലാത്തതും ഉണ്ടാവാം, കൊന്നൊടുക്കിയത്. ഒരുപക്ഷെ ഗുജറാത്ത് കലാപമെന്നൊക്കെ പറഞ്ഞ് കലാപഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ വീഡിയോ രഥങ്ങൾ തയ്യാറാക്കി നാടെമ്പാടും അത് ആഘോഷിച്ച ചില പാർട്ടികൾ ഇവിടെയുണ്ട്. ആ പാർട്ടികൾ തന്നെയാണ് ആ വിഭജന വിരുദ്ധ ദിനത്തെ ചരിത്രത്തിൽ ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മുന്നറിയിപ്പിനെ തമസ്കരിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി അവരുടെ കുട്ടിപ്പട്ടാളങ്ങളെ, കുട്ടിക്കുരങ്ങന്മാരെ സായുധമായി ക്യാമ്പസുകളിലേക്ക് അയച്ചത്. എന്നിട്ടും പൈ കോളേജ് മാഹി, MG കോളേജ്, കോഴിക്കോട് ലോ കോളേജ്, തിരൂർ സംസ്കൃത സർവകലാശാല സെൻറ്റർ, ധനുവച്ചപുരം VTMN NSS കോളേജ് തുടങ്ങിയിടങ്ങളിൽ ശക്തിയുക്തമായ തരത്തിൽ ഈ ദിനം ആചരിക്കപ്പെട്ടു. എന്ന് മാത്രമാണോ, രാഷ്ട്രപതി തന്നെ അതിനെക്കുറിച്ച് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിലൂടെ, ദേശീയ മാധ്യമത്തിലൂടെ. അതെ. അപ്പോൾ എന്നിട്ട് ഇതിനെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതല്ലേ തനി വർഗീയത? മതേതരത്വം നിലനിൽക്കൂ എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ വർഗീയ വെറി എന്ന് പറയുന്നതേ പാടില്ല. തനി വർഗീയ വെറി തന്നെയാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിലുള്ള ഒരാഘോഷമോ ആചാരമോ ആയിരുന്നില്ല വൈസ് ചാൻസലർമാർ ചെയ്തത്, അല്ലെങ്കിൽ അവരോട് ഗവർണർ പറഞ്ഞത്. ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് വേണം. അതാണ് ഏറ്റവും നല്ല. ഇനിയും ഈ രാജ്യം മതത്തിന്റെ പേരിൽ ഇനിയും വെട്ടിമുറിക്കപ്പെടരുത്. ഇതുപോലെ മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെടാതിരിക്കാനുള്ളൊരു ബില്ലാണ് ഇപ്പൊ ഉത്തരാഖണ്ഡിൽ. അത് തന്നെയാണ് ഉത്തരാഖണ്ഡിന്റെ ഉദ്ദേശം. ഇനി ഒരു വിഭജനം നമുക്ക് വേണ്ട. മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിലൊക്കെ ഉള്ളൊരു വിഭജനം നമുക്ക് വേണ്ട. അതിൽ ഏറ്റവും കൊടിയ വിപത്ത് ഈ മതവർഗീയതയാണ്. അതുകൊണ്ട് ആ മതവർഗീയതയ്ക്ക് കാരണമാകുന്ന നിർബന്ധിത മതപരിവർത്തനത്തെ കടുത്ത ക്രിമിനൽ കുറ്റമാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, കാകനിരിക്കാൻ കമ്പ് കൊടുത്താൽ മേലിൽ അവനൊരു ദോഷവും ഉണ്ടാവുന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ ഒരിക്കലും പിന്തുടർന്നുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം പോലെ നിത്യ നരകമായിട്ട്, നിതാന്ത സംഘർഷമായിട്ട് ഇവിടെ ഉണ്ടാവും. ആർക്കെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇപ്പോഴുള്ള അത്രയും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ബോംബുകൾ തുരുതുര പൊട്ടും, അതുപോലെ തന്നെ മൈനുകൾ പൊട്ടും. സമാധാനമെന്ന് പറയുന്നത് തുടച്ചു നീക്കപ്പെടും പശ്ചിമേഷ്യയിലെ പോലെ. അങ്ങനൊരു കാര്യം ഉണ്ടാവാതിരിക്കാൻ ഒരു കാരണമാവാനാണ് ഈ ബില്ലിന്റെ നിയോഗം. ചില കാര്യങ്ങൾ നമ്മൾ ഉരുക്കുമുഷ്ടി കൊണ്ട് ഒന്നുമില്ല. നിങ്ങൾ മതേതര ഭരണകൂടമെന്നാണല്ലോ പറയുന്നത്. അവിടെ മതപരിവർത്തനം പാടില്ല. ഈ പറഞ്ഞ നിർബന്ധിത മതപരിവർത്തനം മാത്രമല്ല, നിർബന്ധിതമല്ലാത്ത മതപരിവർത്തനവും പാടില്ല.
എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് പ്രകോപനം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ മതം മാറ്റരുത്. നിങ്ങൾ തൊഴിൽ നൽകാം, ഭീഷണിപ്പെടുത്തി സ്വത്ത് നൽകാം, പണം നൽകാം, സൗജന്യ ചികിത്സ നൽകാം എന്നുള്ള വാഗ്ദാനങ്ങൾ ഉപയോഗിച്ചും മതം മാറ്റരുത്. അങ്ങനെ മാറുമ്പോൾ നിസ്വരായിട്ടുള്ള ആൾക്കാർ, നിസ്സഹായരായിട്ടുള്ള ആൾക്കാർ, നിരക്ഷരരായിട്ടുള്ള ആൾക്കാരൊക്കെ മതം മാറാൻ പ്രേരിതരാകും. ഈ പ്രേരിതരായിട്ട് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു, താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടു, നല്ല കാര്യം തന്നെ. അപ്പോൾ ഈ രക്ഷപ്പെട്ടവർ അങ്ങനെ മാറിക്കഴിയുമ്പോൾ അവരുടെ സ്വത്വം ഉള്ള എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഏതെങ്കിലും ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരെയൊക്കെയാണ് ഇങ്ങനെ മാറ്റാൻ പറ്റുന്നത്. അവർക്ക് ഒരു സ്വത്വം ഉണ്ടല്ലോ, ആ സ്വത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗോത്ര മൂപ്പൻ, ഗോത്ര തലവൻ്റെ നേതൃത്വത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവും. നമ്മളിത് ആ സംഘർഷം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? അയ്യോ ഞങ്ങൾ ഇത് ചെയ്തേ, കന്യാസ്ത്രീകളെ അത് ചെയ്തേ, ഇത് ചെയ്തേന്ന് പറഞ്ഞ് പത്രങ്ങൾ വിളിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഗോത്രങ്ങൾ അതിൽ പ്രതികരിക്കും. കാരണം അവരുടെ സംസ്കാര സത്ത എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടുന്നത് അവരവരുടേതായിട്ടുള്ള രീതിയിൽ നേരിടുക തന്നെ ചെയ്യും. ആഫ്രിക്കയിലുള്ള സംഘർഷങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക്, ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം, 40 പേരെ ഒരുമിച്ച് കൊല്ലുന്നു. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബൈബിളിനെ നിന്ദിക്കുന്നു. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് 250ഓളം പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്നു ബോക്കോ ഹരാം. നമ്മൾ വാർത്തകൾ വായിക്കുന്നതല്ലേ. ഈ സംഘർഷങ്ങൾ ഇങ്ങനെ ഒരു ആഫ്രിക്കൻ രാജ്യമായിട്ട്, കോങ്കോ ആയിട്ട്, അല്ലെങ്കിൽ നൈജീരിയ ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യമനായിട്ട് മാറാതിരിക്കാൻ വേണ്ടി, യമൻ എന്നുള്ളതിന് സംസ്കൃതത്തിൽ വേറൊരർത്ഥം കൂടെ ഉണ്ട്. യമനായിട്ട് നമ്മുടെ രാജ്യം മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല്. അതിനുള്ളൊരു കരുതലാണ്, ഒരു ജാഗ്രതയാണ് ഇവിടെ നൽകിയിരിക്കുന്നതെന്നാണ്. ഇത് വലിയ സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത്രയും കടുത്ത ശിക്ഷകൾ കൊടുക്കണോ സാർ? ജീവപര്യന്തം വേണമല്ലോ, ജീവപര്യന്തം വരെ കൊടുക്കണം. കാരണം പിന്നുണ്ടാകുന്നൊരു കലാപം, സൗറാബാദിയുടെ കാലത്ത് 4000 പേരെ കൊന്നതുപോലുള്ള കാര്യങ്ങളല്ലേ. പിന്നെ ആ 4000 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും, ABC എന്ന് പറയുന്ന ഇത്തിരി വേദാനജനകമാണ് ഓരോ നായിക്കും. ആണല്ലോ. അപ്പോൾ ആ ABCയുടെ ശസ്ത്രക്രിയ നടത്താലേ നായ്ക്കളുടെ എണ്ണം കുറയുള്ളൂ, പെരുകുന്നത് കുറയുള്ളൂ. പേപ്പട്ടികൾ കടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്നതിന് നമ്മൾ സാക്ഷിയാവാതിരിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, വിഭജനം പോലെ ഒന്ന് ഈ മണ്ണിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമാണ്. മതങ്ങളിൽ തന്നെ തുടരുക, അതിനൊരു കുഴപ്പമില്ല. നിങ്ങളുടെ വിശ്വാസം ഏതാണോ അതിൽ വിശ്വസിച്ചു കൊള്ളുക. നിങ്ങൾക്ക് സ്വയം മറ്റേ മതമാണ് നല്ലതെന്ന് തോന്നുന്നു, നിങ്ങൾ മാറിക്കോളൂ. അതിനൊരു ഇടനിലക്കാരൻ വേണ്ട. അതിന് ഇടനിലക്കാരൻ ഇപ്പം നിന്നും കണ്ടു, സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നിട്ട് മതപരിവർത്തനത്തിൻ്റെ പ്രഘോഷണം നടത്തുകയാണ് സ്വാതന്ത്ര്യദിനത്തിൽ. ഒരു സ്ത്രീ അവിടെ നിന്ന് എന്തൊക്കെ പറയുന്നത്, ആരുമില്ല കേൾക്കാൻ. ഇതൊക്കെ ഒരു മതേതര രാജ്യത്ത് പാടില്ലാത്ത പ്രവർത്തികളാണ്. നമ്മുടെ രാജ്യം അതിന് അനുവദിക്കാൻ പാടില്ല. അതിന് ശക്തമായ നിയമങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലാണ് പാസ്സാക്കേണ്ടത്. കേരളം ഒരിക്കലും എന്തെങ്കിലും പാസ്സാക്കുക നിയമം, കാരണം പ്രീണനം നടക്കുകയില്ല. അതുകൊണ്ട് ഇത് ശക്തമായിട്ടുള്ള, അതുപോലെ തന്നെ ഓണസ് ഓഫ് പ്രൂഫ് ഈസ് ഓൺ ദി അക്യൂസ്ഡ്. ഇവിടെ അങ്ങനെയാണ്. മതപരിവർത്തനം നടത്തിയെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് വേറൊരാൾ തെളിയിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആരെപ്പറ്റി ആരോപണം ഉണ്ടാവുന്നോ അവർ തെളിയിക്കണം, ഞങ്ങൾ നിരപരാധികളാണ്. അതാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു വകുപ്പും കൂടെ വെച്ചുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞ സാർ, ഇതിനെ ഒരു ബിസിനസ് ആക്കരുത്. ഈ മതത്തെ കച്ചവടവൽക്കരിക്കരുത്. മതത്തിൽ കച്ചവടവൽക്കരണം കൊണ്ടുവന്ന ആളെ കൂട്ടി തല എണ്ണി പണം വാങ്ങിക്കാൻ വിദേശ ഫണ്ട് വരുത്താനുള്ള പദ്ധതി ഉത്തരാഖണ്ഡിൽ ഇനി നടക്കില്ല. ജാമ്യമില്ലാ വകുപ്പാണ്. അതുപോലെ 7 വർഷം മുതൽ 14 വർഷം വരെയുള്ള ശിക്ഷയാണ് വിദേശ ഫണ്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തത്. അങ്ങനെ വിദേശത്ത് ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അവരുടെ പരിപാടി മതം മാറുന്നവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുക. നിങ്ങൾ നോക്കൂ, ആൽബർട്ട് ഷ്വൈറ്റ്സറെ പോലെ, ഫാദർ ഡാമിയനെ പോലെ, അതുപോലെ തന്നെ നമ്മുടെ മദർ തെരേസയെ പോലെ ഒക്കെ ഈ സേവനം നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല. അവരാരും മതം മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡിൽ സത്യസായി ബാബയുടെ ഒരു ആശുപത്രിയുണ്ട്. ക്യാൻസർ ചികിത്സ സൗജന്യമായി ചെയ്യുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. മലപ്പുറത്തുനിന്ന് ധാരാളം പർദ്ദയിട്ട സ്ത്രീകൾ അവിടെ പോയി ചികിത്സ നേടിയിട്ട് സുഖമായിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള തീവണ്ടിയിൽ വരാറുണ്ട്. നമ്മൾ പോയാലും കാണാം, വൈറ്റ് ഫീൽഡിൽ ഇറങ്ങും ആ സത്യസായി ആശുപത്രി. വിദേശത്തു നിന്നുള്ള ഡോക്ടർമാർ വിമാനത്തിൽ വന്നിറങ്ങി അവിടെ വന്ന് ചികിത്സിക്കും പോകും. അതുപോലെ പുട്ടപർത്തിയിലുമുണ്ട് ഒരു ആശുപത്രി. ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളത് കുട്ടികൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നു. ധാരാളം മലപ്പുറം, അതുപോലെ തന്നെ മംഗലാപുരത്തു നിന്നൊക്കെയുള്ള ധാരാളം ആളുകൾ കേരളത്തിൽ നിന്ന് ഒറ്റയാളോടും മതം മാറാൻ പറയുന്നില്ല, ഫ്രീ അല്ലേ? അതുപോലെ തന്നെയുള്ള സേവനങ്ങൾ തുടരാം, അതിനൊരു കുഴപ്പമില്ല. പാവപ്പെട്ട ആദിവാസി മേഖലകളിൽ പോയി അവരെ പിടിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് മതപരിവർത്തനം നടത്തുന്ന മ്ലേച്ഛവും അതുപോലെ തന്നെ വില കുറഞ്ഞുമായ പ്രവൃത്തികളിൽ ഈ കാലത്ത് ഏർപ്പെടാൻ പാടില്ല.
കാരണം അത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന പോലെ ഒരു മസ്തിഷ്ക ചോരണം മതത്തിൻ്റെ പേരിൽ ഉണ്ടായാൽ ഈ രാജ്യത്തെ ഡെമോഗ്രാഫിക് ഇക്വേഷൻ മാറും. അതുപോലെ തന്നെ അത് നിത്യമായ വർഗീയ കലാപങ്ങൾക്കുണ്ടാക്കി രാജ്യത്തിൻ്റെ വിഭജനത്തിനും ഇടയാക്കും. അതുകൊണ്ട് അത് മുളയിലെ നുള്ളിക്കളയുകയാണ് ഉത്തരാഖണ്ഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ചോദ്യമാണ്. അതിന് ഉത്തരം പറയേണ്ടത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളാണ്.